ഒരുപാട് യുവാക്കൾ ഫിറ്റ് ആവാൻ ജിമ്മിൽ പോകുന്നു. പക്ഷേ എന്തുകൊണ്ട് ചിലർ കുഴഞ്ഞു വീണ് മരിക്കുന്നു? കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ജിമ്മിൽ വ്യായാമത്തിനിടെ യുവാക്കൾ മരിക്കുന്ന വാർത്തകൾ സ്ഥിരം സംഭവമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിന് പിന്നിലെ യഥാർത്ഥ കാരണം എന്താണ്? ഇന്നത്തെ വീഡിയോയിൽ ശാസ്ത്രീയമായ വിശദീകരണവും മുൻകരുതലുകളും നമുക്ക് നോക്കാം. റീസൺ 1: ഓവർ ട്രെയിനിങ് ആൻഡ് ബോഡി സ്ട്രെസ്. ശരീരം അതിന്റെ പരിധിക്ക് പുറത്തേക്ക് അധികം സമ്മർദ്ദം നേരിടുമ്പോൾ ഹൃദയം അപ്രതീക്ഷിതമായി തകരാറിലാകാം. റീസൺ 2: അൺഡയഗ്നോസ്ഡ് ഹാർട്ട് കണ്ടീഷൻസ്. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ പലരും അറിയാതെ പോകുന്നു. അത് വ്യായാമ സമയത്ത് ഗുരുതരാവസ്ഥയിൽ അവരെ എത്തിക്കുന്നു. റീസൺ 3: സപ്ലിമെന്റ്സ് ആൻഡ് സ്റ്റെറോയിഡ്സ്. പലരും ബോഡിയും മസിലും വേഗത്തിലുണ്ടാക്കാൻ വേണ്ടി സ്റ്റിറോയിഡുകളും തകർച്ചയുണ്ടാക്കുന്ന പലതരം സപ്ലിമെന്റുകളും ഉപയോഗിക്കുന്നു. റീസൺ 4: പ്രീ വർക്കൌട്ട് ഓവർയൂസ്. ഒരുപാട് കഫീൻ ആൻഡ് എനർജി ബൂസ്റ്ററുകൾ ഹൃദയത്തെ അമിതമായി ഉത്തേജനം നൽകി അപ്രതീക്ഷിത ഹൃദയസ്തംഭനം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഡീഹൈഡ്രേഷൻ ആൻഡ് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ്. ശരീരത്തിലെ വെള്ളം ആൻഡ് സോഡിയം കുറഞ്ഞാൽ മസിലിന്റെയും ഹൃദയത്തിന്റെയും പ്രവർത്തനം തകരാറിലാക്കാൻ കാരണമാവും. ഈ വക പല പ്രശ്നങ്ങളുണ്ടെങ്കിൽ കൂടി നമുക്ക് എങ്ങനെ ഒരു പരിധിവരെ ഇത്തരം സംഭവങ്ങൾ ഒഴിവാക്കാം എന്നതിനെക്കുറിച്ച് ഇനി നോക്കാം. കഠിനമായ വ്യായാമത്തിന് മുൻപായി അല്ലെങ്കിൽ ജിമ്മിൽ ചേരുന്നതിന് മുൻപായി എല്ലാവരും കൃത്യമായ ആരോഗ്യ പരിശോധന നടത്തേണ്ടതുണ്ട്. ഇത് ഒരു പരിധിവരെ അവർക്ക് എന്തെങ്കിലും പ്രശ്നം ആദ്യമേ ഉണ്ടോ എന്ന് കണ്ടെത്താൻ സഹായിക്കുന്നു. വർക്കൌട്ടിന് മുൻപായി ശരിയായ വാം അപ്പ് വ്യായാമം ഉറപ്പുവരുത്തുക. അതേപോലെ വർക്കൌട്ടിനിടയിൽ ആവശ്യത്തിന് വിശ്രമം കൊടുക്കുക. സർട്ടിഫൈഡ് ട്രെയിനറുടെ മേൽനോട്ടത്തിൽ മാത്രം വ്യായാമം ചെയ്യുക. അമിതഭാരം ഒരു പരിധിവരെ ഒഴിവാക്കുക. സ്റ്റീറോയിഡ് പോലുള്ള ഹോർമോൺ സപ്ലിമെന്റ്സ് എടുക്കാതിരിക്കുക. ഇത് ഒരിക്കലും നിങ്ങൾക്ക് ഗുണം ചെയ്യില്ല. അവ ഹൃദയത്തിന് അധികം ലോഡ് കൊടുക്കും. ധാരാളമായി വെള്ളം കുടിക്കുക. നല്ല രീതിക്ക് ഭക്ഷണം ക്രമപ്പെടുത്തുക. നമ്മുടെ ആരോഗ്യത്തെ നമ്മൾ തന്നെ സംരക്ഷിക്കണം. ജിമ്മിൽ പോകുന്ന എല്ലാവർക്കും ഈ അറിയിപ്പ് ആവശ്യമുണ്ട്. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യൂ. ഇതുപോലുള്ള കൂടുതൽ വിവരങ്ങൾക്കായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.